നമസ്കാരം. ഭയം ഭക്തി ബഹുമാനം ഭബ്ബ കഴിഞ്ഞ ദിവസം OTT-യിൽ റിലീസ് ചെയ്തു. OTT-യിൽ റിലീസ് ചെയ്തതിന് പിന്നാലെ തന്നെ പ്രതീക്ഷിച്ചത് എന്താണോ അത് തന്നെ സംഭവിച്ചു. അത് എയർലായി. അതായത് ഈ സിനിമ തിയേറ്ററിൽ കണ്ട് പലരും ആസ്വദിച്ചു, പലരും ഇതിന് നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞു. ആ സിനിമ തുടക്കത്തിലുണ്ടായിരുന്ന ഹൈപ്പ് എങ്ങനെയാണോ ഹൈപ്പ് കയറി എങ്ങോട്ട് നിന്ന് അവർ പാട്ടുപാടി ദേ കിടക്കുന്ന താഴെ, അതായിരുന്നു അവസ്ഥ. തുടക്കത്തിൽ ഭയങ്കര ഹൈപ്പൊക്കെ ആയിരുന്നു. പിന്നീട് സിനിമ ദേ നിലം പൊത്തി താഴെ കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ തൊട്ട് തന്നെ സിനിമ കണ്ടവർ OTT-യിലും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, തിയേറ്ററിൽ കണ്ടവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇത് OTT കാണരുത്, OTT കാണാൻ തുടങ്ങിയ ഇത് നിങ്ങൾ ഏറി കയറുമെന്ന് അപ്പം തന്നെ പറഞ്ഞിരുന്നു. അത് തന്നെ അക്ഷരം പ്രതി സംഭവിക്കുകയാണ് ചെയ്തത്. OTT-യിൽ വന്ന പാടെ തന്നെ എയറിലല്ല, ശൂന്യാകാശത്ത് ബഹിരാകാശത്തേക്ക് അങ്ങ് റോക്കറ്റ് വിട്ടാണ് കയറിപ്പോയത്. അത്രയധികം സൈബർ ട്രോളിങ് അധിക്ഷേപങ്ങളെല്ലാം തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ്റെ വേസ്റ്റ് ക്യാമ്യൂകളിൽ ഒന്നായിട്ട് പോലും പലരും ഈ സിനിമയെ വിലയിരുത്തുന്നുണ്ട്. OTT വന്നതിന് ശേഷം എന്തൊക്കെയാണ് ലാലേട്ടൻ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു. ഇവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റിവ്യൂവർ തിയേറ്ററിൽ കണ്ടതിന് ശേഷം അത് പറയുകയും ചെയ്തിരുന്നു. ഇത് ലാലേട്ടൻ്റെ വൺ ഓഫ് ദ വേസ്റ്റ് ക്യാമ്യൂസ് എന്ന് പറഞ്ഞു. അത് പല പ്രേക്ഷകരും ഇപ്പോൾ OTT കണ്ടതിന് ശേഷം അത് അക്ഷരം പ്രതി ശരിയാണെന്നും കൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന കാര്യം കൂടി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് അങ്ങനെ ഒരു തരത്തിലും ആസ്വദിക്കാൻ കഴിയാത്ത ഒന്നുമില്ല എന്നുള്ളതാണ് OTT പ്രേക്ഷകരുടെ അഭിപ്രായം. മാത്രമല്ല ഇത് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണെന്ന് കൂടി പറയുന്നു. ഇവിടെ അണിയർ പ്രവർത്തകർ പോലും പറയുന്നൊരു കാര്യം, തിയേറ്ററിൽ ഓളത്തിലിരുന്ന് ആരാധകർക്കൊപ്പം ഇരുന്ന് കണ്ടാൽ മാത്രം ആസ്വദിക്കാൻ കഴിയുന്നൊരു സിനിമയാണിത്. ഒറ്റയ്ക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് അണിയർ പ്രവർത്തകരുടെ വാദം. എന്തായാലും ഈ സിനിമ OTT-യിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഒറ്റയ്ക്ക് ഫോണിൽ നിന്നായിരിക്കും കാണുക. അവർക്കൊട്ടും തന്നെ വർക്കായിട്ടില്ല ഈ സിനിമ. ഭയങ്കരമായിട്ടുള്ള സൈബർ ട്രോളിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയിൽ OTT വേർഷനിൽ അവരാ രംഗം പോലും നീക്കിയിട്ടില്ല. ഞാൻ പറയുന്നത് ദ ഗട്ട്സ് എന്താ ധൈര്യം ഇതിനെപ്പറ്റിയാണ് പറയാനുള്ളത്. ഒന്നാമത് തിയേറ്റർ റിലീസ് ചെയ്ത് അപ്പം തന്നെ ഈ മറ്റേ ആ സീനുണ്ടല്ലോ, ധ്യാൻ ശ്രീനിവാസൻ വിനീതിനോട് പറയുന്ന ഒരു രംഗമുണ്ട്. ഇത് അണ്ണം പണ്ട് രമണി ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയതാണ്, എന്തിനാണ് കറക്കാനെന്ന് ചോദിക്കുന്ന ആ അതിവൈകൃതമായ രംഗം OTT-യിലും അവർ അതുപോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇഫ് ദേ ഹാഡ് ദറ്റ് ഗട്ട്സ്, അല്ലെങ്കിൽ അവർ ആ ഒരു മനോനില ഉണ്ടായിരുന്നെങ്കിൽ, ആ രീതിയിലെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ അവർ രംഗമെങ്കിലും മാറ്റിക്കളഞ്ഞേനെന്നുള്ളത്. പിന്നീട് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അവർ വാദിക്കുന്നുണ്ടായിരുന്നു. ഇത് അങ്ങനെയല്ല, ഇത് ആ രീതിയിൽ കാണണം, ഇത് ഈ രീതിയിൽ കാണണം, എന്ത് രീതിയിൽ കണ്ടാലും ശരി അതുപോലുള്ള രംഗം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ചിന്ത മലയാളി പ്രേക്ഷകർക്കുണ്ട്. ആ രംഗമൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടവരെ, അല്ലെങ്കിൽ ആ തിയേറ്ററിൽ ഇരുന്ന് കണ്ട് ആസ്വദിച്ചവരെ ഒന്നും പറയാനില്ല, ലിറ്ററലി ഒന്നും പറയാനില്ല. എന്തായാലും ആ രംഗമൊക്കെ അതുപോലെ തന്നെ OTT-യിൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര ധൈര്യം തന്നെ ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ മീഡിയയ്ക്ക് മുന്നിൽ എന്ന് പറയുന്നൊരു കാര്യം, അത് 2017 പൃഥ്വിരാജിനെ മോക്ക് ചെയ്തുകൊണ്ടുള്ള രംഗമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ പൃഥ്വിരാജ് സംസാരിക്കുമ്പോൾ അപ്പുറത്ത് വയ്ക്കുന്ന റിപ്പോർട്ടേഴ്സ് കളിയാക്കുന്നത് പോലെയാണ് ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ സംസാരിക്കുമ്പോൾ കളിയാക്കുന്ന രീതിയിലാണ് ആ സീനിനെ കൊണ്ടോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെ ആരുടെ താല്പര്യപ്രകാരമാണ് എന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ ഉയരുന്നുണ്ട്. എന്താ തന്നെ ആയാലും എയറിലാണ് ആ എയറിൽ നിന്ന് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ OTT-യിൽ വന്നതേ ഉള്ളൂ. അപ്പോൾ OTT-യിൽ വന്ന് നിൽക്കുന്ന പ്രേക്ഷകരെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പരത്തി ഇപ്പോൾ എയറിലായി അങ്ങ് റോക്കറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലാലേട്ടനെയും പലരും കളിയാക്കുന്നുണ്ട്. എന്തിനാണ് ഇതുപോലുള്ള റോളുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്, ഇതൊന്നും സ്ക്രിപ്റ്റ് കേട്ടിട്ടല്ലേ ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് മോഹൻലാലിനെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.